പിണറായി വിജയന്റെ മകൾ വീണയുടെ താമസ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അഞ്ച് എസ് ഐമാരും പ്രത്യേക സംഘത്തിലുണ്ട്. ദക്ഷിണ മേഖല റേഞ്ച് ഐജിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എങ്ങനെയാണ് അന്വേഷണത്തിന്റെ പുരോഗതി അറിയിക്കേണ്ടത്? ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ 300 പേരായിരുന്നു പ്രതികളായത്. അതിൽ 26 പേർ ഇതിനോടകം അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ശേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള പരിശോധനകൾ തുടരുന്നതിനിടെയാണ് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായി നടന്ന ആക്രമണം രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കേണ്ടി വരുമെന്ന കോടതി പരാമർശം ഗൗരവത്തിൽ എടുത്തുകൊണ്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണം കൃത്യമായി തന്നെ നടത്താനുള്ള നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ഇന്ന് വൈകിട്ട് ചേർന്ന തിരുവനന്തപുരം ദക്ഷിണ മേഖല റേഞ്ച് ഐ ജി ജി സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് ഈ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് തീരുമാനമായിരിക്കുന്നത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലായിരിക്കും 30 സംഘം പ്രവർത്തിക്കുക. ഈ കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ഇതിനോടൊപ്പം തന്നെ പുരോഗമിക്കുകയാണ്. അത് കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്ന പ്രധാനപ്പെട്ട പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന വിലയിരുത്തലാണ് പോലീസ്. അതുമായി ബന്ധപ്പെട്ട വ്യാപകമായ തെരച്ചിലാണ് താമസ സ്ഥലങ്ങളിലടക്കം ഇവരുടെ വീടുകളിലടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേക സംഘത്തിന് അന്വേഷണത്തിന്റെ ചുമതല കൂടി കൈമാറിയിരിക്കുന്നത്. റൈറ്റ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണമുണ്ടാകും. മേൽനോട്ടത്തിലാണ് അന്വേഷണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.